സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ഗേറ്റ് കടന്ന് കാർ സിറ്റൗട്ടിന് നേർക്ക് തിരിഞ്ഞു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോസ്മേരിയുടെയും സോണിയ റോസിൻ്റെയും കണ്ണഞ്ചി. അവർ സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നു. കാർ നിർത്തി ചാർലി സേവ്യർ ഇറങ്ങി വന്നു. പപ്പ, അവരെവിടെയാ? സോണിയ റോസ് ജിജ്ഞാസാഭരിതയായി. അഗസ്റ്റിൻ സാറിനൊരു പഴഞ്ചൻ വീടുണ്ട് കണിച്ചുകുളങ്ങര, അവിടെയാ. നീ വിളിച്ചില്ലേ മോളെ ഡാൻഡസിനെ? വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. എടുക്കില്ല, മാനക്കേട് കാരണം. തലയും കുനിച്ചിരിക്കുകയല്ലേ എല്ലാവരും. ചാർലി സേവ്യർ പറഞ്ഞു. അവർക്ക് വേറെ നല്ല വീടൊന്നും കിട്ടിയില്ലേ? റോസ് മേരി ചോദിച്ചു. ഇടിപിടിയുന്ന വീട് കിട്ടുമോ? മാത്രമല്ല ജപ്തി വിവരം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ആരെങ്കിലും സഹായിക്കുമോ? ചാർലി അഭിപ്രായപ്പെട്ടു. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ പപ്പ? സോണിയ ചോദിച്ചു. എന്തിന്? മനസ്സമ്മതം മുടങ്ങിയതിന് അയാൾ എന്നെ ചീത്ത വിളിച്ചത് നീ മറന്നുപോയോ? അത് ഞാൻ സമ്മതമല്ലാന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞതിൻ്റെ ദേഷ്യം കാണിച്ചതല്ലേ? സോണിയ വിഷമത്തോടെ പറഞ്ഞു. നമ്മൾ എങ്ങനെ സഹായിക്കാനാ? കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്. അത് വീട്ടാൻ പറ്റുമോ നമുക്ക്? വീട് വാങ്ങിച്ചു കൊടുക്കാനും പറ്റുമോ? അതൊന്നും വേണ്ട. ചെറിയ തോതിൽ എന്തെങ്കിലും സഹായം, 5-10 ലക്ഷം രൂപയോ, അതല്ലെങ്കിൽ താമസ സൗകര്യമോ. സോണിയ അപേക്ഷാ സ്വരത്തിലാണ് പറഞ്ഞത്. പൊളിഞ്ഞു നിൽക്കുന്നവന് പൈസ കടം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഇവിടെ താമസിപ്പിച്ചാലോ? അതൊന്നും ശാശ്വതമല്ല മോളെ. ഇതൊക്കെ നേരത്തെ നോക്കണമായിരുന്നു. തന്നെത്താൻ വരുത്തി വെച്ച കടമല്ലേ? കൊച്ചുകുട്ടിയൊന്നുമല്ലായിരുന്നല്ലോ. ഭീമൻ ചേട്ടൻ കടം വാങ്ങിച്ച് കളിച്ച നേരത്ത് അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. പപ്പ, ഡാൻഡസ് എന്ത് ചെയ്തിട്ടാ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നേ? സോണിയ ചോദിച്ചു. അവൻ ചെയ്തില്ലെങ്കിൽ അവൻ്റെ അപ്പൻ ചെയ്തില്ലേ? ശൗര്യക്കുട്ടി അവരെ പറ്റിച്ചത് കൊണ്ടല്ലേ പപ്പ സൈമൺ അങ്കിളിനെയും ശൗര്യക്കുട്ടിയല്ലേ ഇങ്ങനെയാക്കിയത്? ഈ ശൗര്യക്കുട്ടി എങ്ങനെയാ ഉണ്ടായത്? അതാദ്യം ചിന്തിക്ക്. ഭൂമിക്കടിയിൽ നിന്ന് പൊട്ടിമുളച്ചതൊന്നും അല്ലല്ലോ. സൈമൺ തരകൻ സൃഷ്ടിച്ചു വിട്ടതല്ലേ? അതും നേരായ വഴിക്കാണോ? അല്ല. ഒരു പെണ്ണിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതി ചെയ്തിട്ട് അതിൻ്റെ ഫലമാ അയാൾ അനുഭവിക്കുന്നത്. അപ്പോൾ ശൗര്യക്കുട്ടി എന്നോട് ചെയ്തതോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എൻ്റെ കല്യാണം മുടക്കിയത്? അതിൻ്റെ ഫലം അവൻ അനുഭവിക്കും, ചാർലി പ്രവചിച്ചു. ഓ, അന്ന് ആ കല്യാണം മുടങ്ങിയത് നന്നായി, റോസ് മേരി പറഞ്ഞു. ഇല്ലെങ്കിൽ നീയും കൂടി അവൻ്റെ ഒപ്പം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. അതിന് കല്യാണം നിശ്ചയിച്ച ഡേറ്റ് ആയില്ലല്ലോ, ബിട്രോത്തലിൻ്റെ ഡേറ്റല്ലേ കഴിഞ്ഞുള്ളൂ, സോണിയ ഓർമ്മപ്പെടുത്തി. എന്തായാലും അത് നടക്കാതിരുന്നത് നന്നായി. സൈമൺ ചേട്ടൻ കടം കയറി മുങ്ങി നിൽക്കുവാണെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. അയാളും കുടുംബവും പെരുവഴിയിലിറങ്ങി തെണ്ടേണ്ടി വരുമെന്ന് ശൗരി പറഞ്ഞപ്പോൾ നമ്മളാരും വിശ്വസിച്ചില്ല. അവൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ? ചാർലി മകളോട് ചോദിച്ചു. ഇതെല്ലാം ചെയ്യിച്ചത് ശൗര്യക്കുട്ടിയല്ലേ പപ്പ? അവനോട് കളിച്ച അങ്ങനെ ഇരിക്കും. അവനെ കടലിൽ വെച്ച് കൊല്ലാൻ സൈമൺ ചേട്ടൻ കൊട്ടേഷൻ കൊടുത്തതൊക്കെ എനിക്കും അറിയാം. അതിൻ്റെയൊക്കെ തിരിച്ചടി അവൻ കൊടുത്തെന്ന് കരുതിയാൽ മതി. ചാർലി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇനി ഏതായാലും നീ ഡാൻഡസിൻ്റെ കാര്യം അങ്ങ് മറന്നേക്ക്, അതാ നല്ലത്, റോസ് മേരിയും പറഞ്ഞു. എന്നിട്ട് ഭർത്താവിനെ അനുഗമിച്ചു. സോണിയ വിദൂരതയിലേക്ക് നോക്കി നിന്നു. ഡാൻഡസ് ഈ പറഞ്ഞതിനൊന്നും ഉത്തരവാദിയല്ലെന്ന് അവൾക്കറിയാം. അവൻ നിഷ്കളങ്കനാണ്, ദൈവത്തിൻ്റെ വരദാനം കിട്ടിയ കലാകാരനാണ്. ഭൂമിയിലെ വൃത്തികെട്ട മനുഷ്യർ ചതിയുടെയും വഞ്ചനയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും കരുക്കൾ നിരത്തി കളിക്കുന്ന കളികളിലൊന്നും അവന് പങ്കില്ല. അവനതൊന്നും അറിയില്ല. അവനെ ആര് രക്ഷിക്കും? നിസ്സഹായയുടെ അടിത്തട്ടിൽ നിന്ന് അവൾ മുകളിലേക്ക് നോക്കി. ഇരുണ്ട ശൂന്യത മാത്രമേ അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അവളുടെ മിഴികളിൽ നീർമണി ഉരുണ്ടുകൂടി. രാത്രിയായതോടെ കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ വളപ്പും പന്തലും റോഡും ആളുകളെ കൊണ്ട് നിറഞ്ഞു. പന്തലിൽ ഇരുന്നും നിന്നും ധാരാളം പേർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബിരിയാണിയും ഫ്രൈഡ് റൈസും ചോറും ചപ്പാത്തിയും പത്തിരിയും ദോശയും ഇഡലിയും വെള്ളയപ്പവും കപ്പയും പൊറോട്ടയും ചിക്കനും മീനും ബീഫും പോർക്കും, അങ്ങനെ എല്ലാത്തരം വിഭവങ്ങളും ഉണ്ട്. സിറ്റൗട്ടിലെ സ്റ്റേജിൽ ഗാനമേളയും ഇടയ്ക്കിടെ സിനിമാറ്റിക് ഡാൻസും ഉണ്ട്. വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ പ്രശോഭിതമാണ് പന്തലും സ്റ്റേജും വീടും. എമിലി ഇതിൽ നിന്നെല്ലാം വേറിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്ത് കടലിന് അഭിമുഖമായുള്ള വരാന്തയിൽ വന്നു നിൽക്കുകയായിരുന്നു. ബംഗ്ലാവിൻ്റെ പിന്നിലെ ബീച്ച് മിക്കവാറും കടലെടുത്ത് പോയതിനാൽ കടൽ വളരെ അടുത്താണെന്ന് എമിലിക്ക് തോന്നി. എമിലിയുടെ മനസ്സിൽ നാനാതരം ചിന്തകളുടെ വേലിയേറ്റം നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കാലം അവൾ ഓർമ്മിച്ചു.
കുട്ടിയായിരുന്ന കാലഘട്ടം. അന്ന് കടലും കടപ്പുറവും കൗതുകങ്ങളും ചിലപ്പോൾ ആശ്ചര്യജനകവുമായിരുന്നു. ആഞ്ചലോസിൻ്റെ ഭാര്യയായി ചെല്ലിക്കടപ്പുറത്ത് വന്ന കാലത്ത് കടലും കടപ്പുറവും ജീവിതത്തിൻ്റെ സമരമുഖമായി മാറി. ആഞ്ചലോസിന് നഷ്ടപ്പെട്ട കാലങ്ങളിൽ കടലും കടപ്പുറവും ഭീതിയുടെയും നിസ്സഹായതയുടെയും അപമാനത്തിൻ്റെയും ദുരിതങ്ങളുടെയും വിഹാരരംഗമായി തീർന്നു. ശൗര്യക്കുട്ടി ജനിച്ച ശേഷം കടലും കടപ്പുറവും അതിജീവനത്തിൻ്റെ അഭയസ്ഥാനങ്ങളായി ഉരുത്തിരിഞ്ഞു. ഇപ്പോൾ ഈ കടലും കടപ്പുറവും എന്താണ്? കരകാണാ കടലിൽ എന്ന പോലെ തുഴഞ്ഞു തളർന്ന തൻ്റെ മക്കൾ കരപറ്റി. തനിക്കിന്ന് കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമില്ല. കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടും കിടക്കാൻ മെത്തയും പുതയ്ക്കാൻ ചൂട് പാകിയ പുതപ്പുമുണ്ട്. നാടിനും നാട്ടാർക്കും മുന്നിൽ അവഹേളിക്കപ്പെട്ട തന്നെ തൻ്റെ മകൻ കൈപിടിച്ചുയർത്തി നിർത്തിയിരിക്കുന്നു. ലോകം മുഴുവൻ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്ത തൻ്റെ മകൻ വിജയശ്രീ ലാളിതനായി കൺമുന്നിൽ നിൽക്കുന്നു. എന്നിട്ടും മനസ്സിലൊരു വല്ലായ്മയും എന്തോ പോരായ്മയും അവശേഷിക്കുന്നു. എമിലിക്ക് തൻ്റെ കുട്ടിക്കാലത്തേക്ക് ഓടിപ്പോകണമെന്ന് തോന്നി. അല്ലെങ്കിൽ ആഞ്ചലോസും തൻ്റെ ഇത്തിരി പോന്ന മക്കളുമൊത്ത് വെറുതെ ചെന്നിരിക്കാറുണ്ടായിരുന്ന ചെല്ലിക്കടപ്പുറത്തേക്ക്. അതായിരുന്നു ജീവിതം. പിന്നിൽ കാലൊച്ച കേട്ട് എമിലി തലതിരിച്ചു നോക്കി. ആഞ്ചലോസ്, ആഹാരം വല്ലതും കഴിച്ചായിരുന്നോ? എമിലി ചോദിച്ചു. ആ, കഴിച്ച്. കള്ളുകൂടി പാർട്ടിയൊക്കെ ഉണ്ടെന്ന് കേട്ട്. കുറേ കൂടെ രാത്രിയാകണമായിരിക്കും അല്ലേ? ആ. എണ്ണയത്തിന് എങ്ങോട്ട് വന്നത്? പോകാം. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇവിടെ എന്നാ കുഴപ്പം? ഇത് നമ്മുടെ വീടാണല്ലോ. അല്ല. ആഞ്ചലോസ് നിഷേധ രൂപേണ തലയാട്ടിക്കൊണ്ടിരുന്നു. ഇത് നമ്മുടെയല്ല. ഇതല്ല. എമിലി അമ്പരപ്പോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. ആഞ്ചലോസ് അടുത്ത കാലത്തൊന്നും ഇത്ര സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ അടുത്തു വന്ന് നിന്നിട്ടില്ല. ഒരു മന്ദബുദ്ധിയെ പോലെയായിരുന്നു. ഇത് പിന്നെ ആരുടെ വീടാ? എമിലി കാറ്റൂതുന്ന ഒച്ചയിൽ ചോദിച്ചു. ആഞ്ചലോസ് അല്പനേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് കടലിൻ്റെ നേർക്ക് പറഞ്ഞു. ഇത് സൈമൺ തരകൻ്റെ മോൻ്റെ വീടല്ലേ, നമ്മുടെ അല്ലല്ലോ. എമിലി സ്തബ്ധയായി. അവൾ ആഞ്ചലോസിനെ വീണ്ടും വീണ്ടും നോക്കി. മുഖം പ്രശാന്തമാണ്. ദൂരെ നിന്ന് കാണുന്ന നീലക്കടൽ പോലെ. ഉള്ളിൽ അടിയൊഴുക്കും ചുഴികളും ഉണ്ടായിരുന്നോ? വേദനയും പരാതികളും സങ്കടങ്ങളും ഉണ്ടായിരുന്നോ? യാതൊരു വികാരങ്ങളും അലട്ടാത്തവനെ പോലെയായിരുന്നല്ലോ ജീവിച്ചത്. നമുക്ക് പോകാം. ആഞ്ചലോസ് എമിലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞു. എമിലിക്ക് കരച്ചിൽ വന്നു. ഒരു വിള്ളലുണ്ടാകാൻ കാത്തിരുന്ന പോലെ അത് പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരുന്നു. ഇത്രയും അധികം, ഇത്രയും പ്രവാഹശക്തിയോടെ അത് എവിടെ ഒളിച്ചിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായില്ല. എമിലി ഭർത്താവിൻ്റെ തോളത്തേക്ക് മുഖം ചേർത്ത് വാവിട്ട് കരഞ്ഞു. ലൗഡ് സ്പീക്കറിലൂടെ കാതടപ്പിക്കുന്ന വിധത്തിൽ വന്നുകൊണ്ടിരുന്ന താളമേളങ്ങളും പാട്ടും നിലച്ചു. വെളുത്ത പാൻസും ഷർട്ടും ധരിച്ച് സുസ്മേരവദനായി വന്ന ശൗര്യക്കുട്ടി മൈക്ക് കയ്യിലെടുത്ത് അതിലൂടെ തൊണ്ട ചിണക്കി. കാരക്കാട്ട് ബംഗ്ലാവിൻ്റെ വളപ്പിലും റോഡിലും പന്തലിലുമെല്ലാം ഉണ്ടായിരുന്ന ജനങ്ങളെ നോക്കി. എന്നിട്ട് സംസാരിച്ചു തുടങ്ങി. എൻ്റെ നാട്ടുകാരോട് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ ഈ ചെല്ലിക്കടപ്പുറത്ത് ജനിച്ചു വളർന്നവനാണ്. ആരും പറയാതെ കണ്ട് തന്നെ എൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതേ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. ആകെ പറയാനുള്ളത് 2 പേരെ പറ്റി മാത്രമാണ്. അവരാണ് എന്നെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ചത്. പന്തലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ അത് തൽക്കാലം നിർത്തി സ്റ്റേജിലേക്ക് കണ്ണു നട്ടു. വീട്ടുവളപ്പിലും റോഡിലും കൂട്ടം കൂടി സംസാരിച്ച് രസിച്ചു നിന്ന തദ്ദേശവാസികളും സ്റ്റേജിലേക്ക് കാതുകൂർപ്പിച്ചു. ശബ്ദായമാനമായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് നിശബ്ദമായി. എല്ലാ കണ്ണുകളും ശൗര്യക്കുട്ടിയിലായി. ആ 2 പേർ ആരൊക്കെയാണെന്ന് നിങ്ങളെല്ലാവരും അറിയണം. 1 എൻ്റെ അമ്മ എമിലി, 2 എൻ്റെ അപ്പൻ കാരക്കാട്ട് സൈമൺ തരകൻ. അവരെ 2 പേരും കൂടിയാണ് എന്നെ ഇത്ര കണ്ട് വളർത്തി വലുതാക്കിയത്. കേട്ടവർ സ്തബ്ധരായി. ഈ ശൗര്യക്കുട്ടി അവൻ്റെ നിത്യശത്രുവായ സൈമൺ തരകനെ വാഴ്ത്തപ്പെട്ടവനാക്കാൻ പോവുകയാണോ? 2 പേരും 2 തരത്തിലാണ് എന്നെ വളർത്തിയത്. കാരക്കാട്ട് സൈമൺ തരകൻ ഞാൻ ഭൂമിയിലോട്ട് ജനിച്ചു വീണ അന്ന് മുതൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി. വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. കടലിൽ വലിച്ചെറിഞ്ഞ് കൊല്ലാൻ നോക്കി. കടപ്പുറത്തിട്ട് തല്ലി കൊല്ലാൻ നോക്കി. വാടക ഗുണ്ടകളെ കൊണ്ട് കടലിൽ വെച്ച് കൊല്ലിക്കാൻ നോക്കി. ഒടുക്കം എന്നെ കോൺക്രീറ്റാക്കി കടലിൽ കെട്ടിത്താക്കാൻ കൊട്ടേഷൻ കൊടുത്ത് ഞാൻ പണിക്ക് പോണ വള്ളങ്ങളിൽ നിന്ന് എന്നെ വിലക്കി. ഈ ചെല്ലിക്കടപ്പുറത്ത് നിന്ന് എന്നെ വിലക്കി. അങ്ങനെ അയാൾ എന്നെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഓരോ ദുഷ്ടപ്രവൃത്തിയും
എനിക്ക് വളരാനുള്ള വളമാക്കി ഞാൻ മാറ്റിയെടുത്തു. ഈ ചെല്ലിക്കടപ്പുറത്ത് എന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ ആട്ടിയോടിച്ച സൈമൺ തരകനെ അയാളുടെ വീട്ടിൽ നാട്ടിപ്പായിക്കുമെന്ന് ശപഥം ചെയ്തിട്ട ശൗരിക്കുട്ടി ഇത്ര കാലം ജീവിച്ചത്. ഇന്ന് ഞാൻ അയാളെയും അയാളുടെ ഭാര്യയും മക്കളെയും കാരക്കാട്ട് ബംഗ്ലാവിൽ നിന്ന് പടിയിറക്കി വിട്ടു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇനി ഞാൻ അയാളെ ഈ വീട്ടുമുറ്റത്ത് കാലുകുത്താൻ സമ്മതിക്കത്തില്ല. പന്തലിനും മുറ്റത്തും ഉണ്ടായിരുന്ന ആളുകൾ കരഘോഷം മുഴുകി ശൗരിക്കുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ ആളെ പറ്റിയ ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി ഒന്നാമത്തെ ആളെ പറ്റി പറയാം. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ്, എമിലി. വീണ്ടും പന്തലിനും മുറ്റത്തും നിന്ന ആളുകൾ നിശബ്ദമായി. സ്റ്റേജിൻ്റെ ഒരു കോണിൽ എല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ചും അഭിമാനപുളകിതയായി നിന്ന ജാനറ്റിനെ ശൗരിക്കുട്ടി കൈ കാട്ടി വിളിച്ചു. ജാനറ്റ് അടുത്തേക്ക് വന്നു. അമ്മ എവിടെ? വിളിച്ചോണ്ട് വാ, അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു. ജാനറ്റ് എമിലിയെ വിളിക്കാൻ പോയി. ഒരു ഓട്ടോറിക്ഷ ഗേറ്റിൽ വന്ന് നിന്നു. അതിൽ നിന്ന് റെജീന ഇറങ്ങി. ശൗര്യക്കുട്ടിയെ ചുറ്റുപാടും നോക്കി. അവൻ സ്റ്റേജിൽ നിൽക്കുന്നത് അവൾ കണ്ടു. എന്നെ വളർത്താൻ വേണ്ടി എൻ്റെ അമ്മ അനുഭവിച്ചിടത്തോളം വേദനയും സങ്കടവും മാനക്കേടും നാണക്കേടും പട്ടിണിയും ദുരിതവും കഷ്ടപ്പാടും ഈ ലോകത്ത് വേറൊരമ്മയും അനുഭവിച്ചിട്ടില്ല. തന്തയില്ലാത്തവനായിട്ട് ജനിച്ച എന്നെ എൻ്റെ അമ്മ ദൈവത്തിൻ്റെ കുഞ്ഞിനെ പോലെയാണ് വളർത്തിയത്. എന്നെ ഓർത്ത് എൻ്റെ അമ്മ വേദനിച്ചിടത്തോളം, എന്നെ ഓർത്ത് എൻ്റെ അമ്മ കരഞ്ഞെടുത്തോളം, എനിക്ക് വേണ്ടി എൻ്റെ അമ്മ പ്രാർത്ഥിച്ചെടുത്തോളം ഈ ലോകത്ത് വേറൊരമ്മയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ശൗര്യക്കുട്ടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ജാനറ്റ് എമിലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പന്തലിൽ നിന്നുള്ള കരഘോഷം അതോടെ ഒന്നും കൂടി മുറുകി. ശൗര്യക്കുട്ടി അടുത്തേക്ക് ചെന്ന് എമിലിയുടെ തോളത്ത് കൈയിട്ട് സ്റ്റേജിന് നടുവിലേക്ക് പിടിച്ചുകൊണ്ടുവന്നു. എൻ്റെ അമ്മയെ എല്ലാവർക്കും അറിയാം. ആളുകൾ പിന്നെയും കൈയടിച്ചു. എൻ്റെ ജീവൻ എത്ര തവണ രക്ഷിച്ചെന്ന് അമ്മയ്ക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം, എൻ്റെ ശരീരം, ശൗര്യക്കുട്ടിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാരക്കാട്ട് ബംഗ്ലാവ് വെട്ടിപ്പിടിച്ചത്. ഇത് അത്രയ്ക്ക് വില പിടിച്ചതൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ടല്ലോ, അതിന് വലിയ വിലയുണ്ട്. ഇനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ശൗര്യക്കുട്ടിക്ക്. എമിലി അവൻ്റെ ചെവിയിൽ പറഞ്ഞു. മതിയടാ, നിർത്ത്. ശൗര്യക്കുട്ടി മൈക്ക് അതിൻ്റെ സ്റ്റാൻഡിൽ വെച്ചതോടെ വീണ്ടും കയ്യടി മുഴങ്ങി. അവൻ എമിലിയെയും കൂട്ടി സ്റ്റേജിൽ നിന്നിറങ്ങി. അപ്പോൾ സ്റ്റേജിനടുത്ത് കൂടെ നിന്നവർക്കിടയിൽ കൂടി റെജീന തിക്കി തിരക്കി വന്നു. ജാനറ്റ് അവളെ കണ്ട് സന്തോഷത്തോടെ പറഞ്ഞു, ദേ റെജീന കുഞ്ഞമ്മ. റെജീന ശൗര്യക്കുട്ടിയെയും എമിലിയെയും നോക്കി. അവളുടെ കണ്ണുകൾ എരിയുന്നുണ്ടായിരുന്നു. മുഖം ചുവന്ന് വീർത്തിരുന്നു. മുഖം വെട്ടി തിരിച്ചുകൊണ്ട് റെജീന സ്റ്റേജിലേക്ക് കയറി. ശൗര്യക്കുട്ടി വെച്ചിട്ട് പോയ മൈക്ക് കയ്യിലെടുത്തിട്ട് അവൾ പന്തലിനും മുറ്റത്തുമുള്ള ആളുകളെ നോക്കി. ഞാൻ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനോ തിന്നാനോ കുടിക്കാനോ വന്നവളല്ല. നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു സത്യം പറയാനുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. റെജീന പറയുന്നത് കേട്ട് എമിലി അന്ധാളിച്ചു. ആളുകളുടെ ശ്രദ്ധ വീണ്ടും സ്റ്റേജിലേക്കായി. റെജീനയുടെ വരവും സ്റ്റേജിലേക്ക് ആരും വിളിക്കാതെ കയറി ചെന്നിട്ടുള്ള മൈക്ക് കൈവശപ്പെടുത്തലും അതിലൂടെ സംസാരിച്ച വാക്കുകളും കേട്ട് ആശ്ചര്യസ്തബ്ധനായി നിൽക്കുകയാണ് ശൗരി. അവൻ എമിലിയെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എമിലിക്ക് മനസ്സിലായി. റെജീനയുടെ കടന്നുകയറ്റം അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. മൈക്ക് പിടിച്ചെടുത്തിട്ട് അവൾ എന്ത് കുന്തമാണ് വിളിച്ചു പറയാൻ പോകുന്നത്? ഇതാണ് ആ നോട്ടം. എമിലിയും വാസ്തവത്തിൽ അന്ധാളിച്ചു പോയിരുന്നു. റെജീന അവളുടെ കുട്ടിക്കാലം മുതൽക്കേ അധിക പ്രസംഗിയാണെന്ന് എമിലിക്കറിയാം. ആരോടും കൂസലില്ല. എന്ത് വിളിച്ചു പറയാനും മടിയില്ല. വീണ്ടി വിചാരവും കമ്മിയാണ്. കടപ്പുറത്തെ എല്ലാ ഓണാഘോഷ പരിപാടികളിലും അവൾ ചാടിക്കേറി പങ്കെടുക്കുമായിരുന്നു. സ്കൂളിലെ കലാകായിക പരിപാടികളിലെല്ലാം അവൾ പേര് കൊടുത്തിരിക്കും. പാടാൻ അറിയില്ല, ഓടാൻ അറിയില്ല, ചാടാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. എന്നാലും എല്ലാ ഐറ്റങ്ങളിലും റെജീന മത്സരാർത്ഥിയായിരുന്നു. ഇവിടെ എന്ത് താന്തോന്നിത്തരമാണ് അവൾ വിളിച്ചു പറയാൻ പോകുന്നത്? ഇവളെ ആര് ക്ഷണിച്ചു ഇങ്ങോട്ട്? ഇവൾക്ക് എന്ത് കാര്യം? എമിലി ഇങ്ങനെയെല്ലാം ചിന്തിച്ച് പകച്ചു നിൽക്കെ റെജീന മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും ശൗര്യക്കുട്ടിയുടെ പകരം വീട്ടൽ കണ്ട് സന്തോഷിക്കാനും അവൻ വിളമ്പുന്ന സദ്യയും മദ്യവും തിന്നാനും കുടിക്കാനും വന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ ഈ ശൗര്യക്കുട്ടി ശരിക്കും ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇല്ല, അറിയാൻ പാടില്ല. അവൻ ആരെയൊക്കെയാ ഈ ബംഗ്ലാവിൽ നിന്ന് ഇറക്കി വിട്ടതെന്നറിയാവോ? അറിയത്തില്ല. അവന് പോലും അറിയത്തില്ല.
അവൻ ആരാണെന്ന്. എന്നാ എനിക്കറിയാം. കേട്ടുകൊണ്ടിരുന്നവർക്ക് റെജീന പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. റെജീനയെ മിക്കവർക്കും അറിയാം. ചേർത്തല KCM ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഒന്ന് നിർത്തിയ ശേഷം റെജീന പറഞ്ഞു തുടങ്ങി. പണ്ട്, അതായത് 25 കൊല്ലം മുമ്പ്, എൻ്റെ ചേച്ചി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആശുപത്രിയിൽ വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ ഭാര്യ എൽസമ്മയുടെ പ്രസവവും അവിടെ വെച്ചാണ് നടന്നത്. എമിലി ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെയും എൽസമ്മ ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെയും കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പം അവിടെ ഒരു തിരിമറി നടന്നു. റെജീന ഉദ്യോഗം കൊണ്ട് വീർത്ത് ഇപ്പോൾ പൊട്ടുമെന്ന നിലയിലായി. അവൾക്ക് പരവേശം കാരണം ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒന്ന് നിർത്തി അവൾ ശ്വാസം വലിച്ചെടുത്തു. പന്തലിലെയും വീട്ടുമുറ്റത്തെയും ജനങ്ങളും ശ്വാസം കഴിക്കാൻ മറന്നു. അന്ന് എൻ്റെ ചേച്ചി എമിലി പ്രസവിച്ച കുട്ടിയാണ് ഇത്രയും കാലം എൽസമ്മ ചേച്ചിയുടെ മകനായി കാരക്കാട്ട് വീട്ടിൽ വളർന്നുവന്ന ഡാൻഡസ്. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ട സീൽക്കാരമുണ്ടായി. എമിലി ഞെട്ടിപ്പോയി. ജാനറ്റ് അന്തം വിട്ട് റെജീനയെ തന്നെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. എമിലിയുടെ നെഞ്ചിലൂടെ ചില മിന്നൽ പിണർ ചിത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഡാൻഡസിനെ കുറിച്ച് റെജീന നടത്തിയ പ്രകീർത്തനങ്ങൾ, ഡാൻഡസിനോട് അവൾ കാട്ടിയ മമതയും സ്നേഹവും, ഡാൻഡസിൻ്റെ വളർച്ചയിലും വിജയങ്ങളിലും കലാസബരികളിലും റെജീനയ്ക്കുണ്ടായിരുന്ന അമിത താല്പര്യവും അഭിമാനവും. റെജീനയുടെ ശബ്ദം മൈക്കിലൂടെ വീണ്ടും കേട്ടു. എൻ്റെ എമിലി ചേച്ചി സ്വന്തം മോനായിട്ട് കണ്ട് വളർത്തിക്കൊണ്ടുവന്ന ശൗരിക്കുട്ടി ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ ഭാര്യ എൽസമ്മ പ്രസവിച്ച മകനാണവൻ. തിന്നും കുടിച്ചും ആഘോഷിക്കാൻ വന്നവർ അന്തം വിട്ടിരിക്കുകയാണ്. റെജീന മൈക്ക് അതിൻ്റെ സ്റ്റാൻഡിലേക്ക് വെച്ചു. തൻ്റെ ശരീരത്ത് നിന്ന് ഒരു ബാധ ഒഴിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. അതോടൊപ്പം സർവ്വകരുത്തും ശേഷിയും ചോർന്നുപോയി. അവളുടെ കാൽമുട്ടുകൾ വിറകൊണ്ടു. ഒന്നാലോചിച്ച ശേഷം അവൾ വീണ്ടും മൈക്ക് കയ്യിലെടുത്ത് പറഞ്ഞു. ഞാനീ പറഞ്ഞത് കേട്ടിട്ട് പലർക്കും വിശ്വാസക്കുറവ് കാണും. അങ്ങനെ സംശയമുള്ളവർക്ക് അത് തീർക്കാൻ ഒരു ടെസ്റ്റുണ്ട്, DNA ടെസ്റ്റ്. 2 പേരുടെയും അപ്പൻ ഒന്നായതുകൊണ്ട് അമ്മയാരാണെന്ന് അറിയാനുള്ള DNA ടെസ്റ്റ് നടത്തിയാൽ മതി. അന്നേരം മനസ്സിലാകും ഞാനീ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന്. അത്രയും കൂടി പറഞ്ഞിട്ട് റെജീന മൈക്ക് അതിരുന്നിടത്ത് വെച്ചു. ഭൂമിയിലോ പാതാളത്തിലോ നടുക്കടലിലോ എന്നറിയാതെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു ശൗരിക്കുട്ടി. അവൻ പതിയെ തലതിരിച്ച് എമിലി നിന്നിടത്തേക്ക് നോക്കി. എമിലി നിന്നയിടം ശൂന്യമായിരുന്നു. കുറേ കണ്ണുകൾ അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവ ആരുടേതെന്ന് അവന് മനസ്സിലായില്ല. ജാനറ്റിൻ്റെ കണ്ണുകളെപ്പോലും അവൻ തിരിച്ചറിഞ്ഞില്ല. റെജീനയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു മനസമാധാനം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഹൃദയത്തിലെന്തോ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നത് നിലച്ചു. അവിടെ ശാന്തത നിറഞ്ഞു. തന്നിൽ ഭാരമേൽപ്പിക്കപ്പെട്ട ചരിത്രപരമായ ഒരു കടമ നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടെ അവൾ സ്റ്റേജിൽ നിന്നിറങ്ങി. സിറ്റൗട്ടിനരികെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട പോലെ നിന്ന ശൗരിക്കുട്ടിയെ കണ്ട് അവളുടെ മുഖത്ത് പുച്ഛം വന്നു. ഇപ്പം മനസ്സിലായോ നിനക്ക് നീ ആരാണെന്ന്? നീ ആരോടാ യുദ്ധം ചെയ്തേ? ആരെയാ നീ തോപ്പിച്ചത്? നീ നടത്തുന്ന ഈ ആഘോഷ പെരുന്നാളിന് എന്താണർത്ഥം? കാലിൽ പിടിച്ച് വാരി തലയ്ക്ക് മീതെ പൊക്കി അവളെ സ്റ്റേജിലേക്ക് ഒറ്റയടി അടിക്കാനുള്ള ത്വര അവൻ ഒരു നിമിഷം കൊണ്ട് അടക്കി. എന്ത് ചെയ്താലും അതുകൊണ്ടൊന്നും റെജീന ഉയർത്തിയ ചോദ്യങ്ങളെ മറികടക്കാൻ പറ്റില്ലെന്ന് അവൻ അറിയാമായിരുന്നു. റെജീന അവനെ കടന്നുപോയി. കൺമിഴിച്ച് നിന്ന ജാനറ്റിനോട് ചോദിച്ചു, അമ്മ എവിടെ മോളെ? അപ്പോഴാണ് ജാനറ്റൻ ശ്രദ്ധിച്ചത്. അമ്മയെ കാണാനില്ല. അവൾ സിറ്റൗട്ടിൽ നിന്ന് വശങ്ങളിലേക്കുള്ള നീളൻ പാസേജിലൂടെ നടന്നു നീങ്ങി. റെജീന പുറകെ ചെന്നു. എമിലി ഇരുട്ട് കൂടുതലുള്ളിടത്ത് ഒളിച്ചു കളഞ്ഞതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ജാനറ്റിൻ്റെ പിന്നാലെ റെജീന അവരുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി, റെജീന വിളിച്ചു. എമിലി അവളുടെ നേർക്ക് നോട്ടം തിരിച്ചു. ആ കണ്ണുകൾ എരിയുന്നുണ്ടായിരുന്നു. ചേച്ചി എന്നോട് ക്ഷമിക്കണം, റെജീന അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. എമിലിയുടെ ദേഹമാസകലം ഒരു വിറ പടർന്നു കയറി. വലം കൈയെടുത്ത് റെജീനയുടെ ചെകിട്ടത്ത് തന്നെ ഒരടിയടിച്ചു. അതോടെ എല്ലാ രോഷവും ദുഃഖവും അണപൊട്ടി. ചീറി കരഞ്ഞുകൊണ്ട് എമിലി അവളുടെ 2 ചെകിട്ടിലും 2 കൈകൊണ്ടും മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു. എമിലിയെ തടയാനും പിടിച്ചു മാറ്റാനും ജാനറ്റിന് തൻ്റെ സർവ്വ കരുത്തും പ്രയോഗിക്കേണ്ടി വന്നു. ബഹളം കേട്ട ആഞ്ചലോസ് അവിടേക്ക് വന്നു. റെജീനയ്ക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ കവിൾ തടങ്ങൾ പുകഞ്ഞു. ഉള്ളം കവിൾ പൊട്ടി വായ്ക്കുള്ളിൽ ചോര കിനിഞ്ഞു. ചേച്ചിക്ക് മതിയായോ? ഇനിയും അടിച്ചോ? റെജീന വീണ്ടും അടികൊള്ളാൻ സന്നദ്ധയായി നിന്നു.
എമിലി ഓടിത്തളർന്ന പോലെ കിതയ്ക്കുകയും തേങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആഞ്ചലോസിനോട് അവൾ കേണു. എന്നെ കൊണ്ടുപോ, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോ. ആഞ്ചലോസ് അടുത്തേക്ക് വന്നു. തകർന്നു വീണു പോകുമെന്ന് തോന്നിച്ച എമിലിയെ അയാൾ ഇടത് കൈകൊണ്ട് താങ്ങി പിടിച്ചു. പോകാം. അയാൾ അവളെ പാസേജിലൂടെ നടത്തിക്കൊണ്ടുപോയി. ഇനിയും ആഘോഷ പരിപാടി തുടരുമോ? പന്തലിൽ ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുമോ? ഔട്ട് ഹൗസിൽ മദ്യസൽക്കാരം ഉണ്ടാവുമോ? പാട്ടും ഡാൻസും രാത്രി വെളുക്കുവോളം നീളുമോ? പന്തലിലും മുറ്റത്തും നടപ്പാതയിലും കൂടിയ ആളുകൾ പലതരം സംശയങ്ങളുമായി അവിടെ ചുറ്റിപ്പറ്റി നടന്നു. ചിലർ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് മാറി നിന്ന് അടക്കി പിടിച്ച് ഊഹാപോഹങ്ങൾ പറഞ്ഞു. മറ്റു ചിലർ എന്തായാലും വന്നതല്ലേ, ഭക്ഷണം പാഴാക്കണ്ട എന്ന് വിചാരിച്ച് പന്തലിലിരുന്ന് കഴിച്ചു. സ്റ്റേജിൽ സംഗീതവും നൃത്തവും നിലച്ചു. ഇതുവരെയുണ്ടായിരുന്ന ആഘോഷത്തിമർപ്പ് അപ്രത്യക്ഷമായി. ആ പെണ്ണുമ്പിള്ള വായി തോന്നിയത് വെറുതെ വിളിച്ചു പറഞ്ഞതാണെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അതിന് വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശൗര്യക്കുട്ടി അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ സ്റ്റേജിലോട്ട് കയറി നിന്നുകൊണ്ട് മൈക്കിൽ കൂടെ വിളിച്ചു പറയേണ്ടതല്ലായിരുന്നോ ആ തലതെറിച്ച സ്ത്രീ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന്? ശൗര്യക്കുട്ടി എന്താ മിണ്ടാത്തെ? മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. അതാണ് ഞാനും ആലോചിക്കണത്. വേറൊരാൾ പറഞ്ഞു, ഇപ്പം തന്നെ പറയുമായിരിക്കും, നമുക്ക് നോക്കാം. പക്ഷേ സ്റ്റേജിൽ ആളനക്കമൊന്നുമില്ല. മൈക്ക് നിശബ്ദമാണ്. ഔട്ട് ഹൗസിന് മുന്നിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഡെന്നിച്ചനും ആൻ്റപ്പനും ജോമോനും പീറ്ററും. റിജീനയുടെ വെളിപ്പെടുത്തൽ അവരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. ഡെന്നിച്ചനും മൈക്കേലും കൂടി ഔട്ട് ഹൗസിൻ്റെ വിശാലമായ വരാന്തയിൽ മദ്യസൽക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. അവിടെ നിരത്തിയിട്ട മേശകളിൽ വിവിധതരം കോളകൾ, സോഡാ ബോട്ടിലുകൾ, മിനറൽ വാട്ടർ ബോട്ടിലുകൾ, നീളമുള്ള ഗ്ലാസുകൾ എന്നിവ നിരത്തിക്കഴിഞ്ഞിരുന്നു. മേശകൾക്കപ്പുറത്ത് മദ്യം ഒഴിച്ചു കൊടുക്കുന്നതിനായി ഈവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ബെയറർമാർ നിൽപ്പുണ്ട്. അവരുടെ കാൽച്ചുവട്ടിൽ വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യശേഖരം കാർട്ടൺ ബോക്സുകളിൽ അടുക്കി വച്ചിരിക്കുന്നു. ആൻ്റപ്പൻ ഡെന്നിച്ചനോട് സ്വകാര്യമായി ചോദിച്ചു, ഡെന്നിച്ച, നിന്റെ കുഞ്ഞമ്മ പറഞ്ഞതൊക്കെ സത്യമാണോ? അതോ തലയ്ക്ക് വെളിവില്ലാണ്ട് പറഞ്ഞതാണോ? എന്ത് പറയണമെന്ന് ഡെന്നിച്ചന് അറിയില്ല. അവൻ്റെ മനസ്സിടിഞ്ഞു പോയി. റെജീന കുഞ്ഞമ്മ തലയ്ക്ക് വെളിയില്ലാത്തവളാണെന്ന് അവനറിയാം. തൻ്റെ ഇടവും ബുദ്ധിയും ജാസ്തിയാണ്. ഇങ്ങനെയൊരു ആഘോഷ സ്ഥലത്ത് വന്ന് സ്റ്റേജിൽ കയറി മൈക്കിൽ കൂടി വെറുതെ വിടുവാ പറയാനുള്ള വിഡിത്തമൊന്നും റെജീനയ്ക്കില്ലെന്നും ഡെന്നിച്ചനറിയാം. ആശങ്കാജനകമായ അവൻ്റെ മൗനം കണ്ട് തൊട്ടപ്പുറത്ത് നിന്ന മൈക്കിൽ പറഞ്ഞു, ആരും വിശ്വസിക്കണ്ട, വെറുതെ പറഞ്ഞതാ. ആ ചേച്ചിക്ക് ശൗര്യക്കുട്ടീനെ കണ്ണിന് കണ്ടുകൂടാ. അവൻ കുഞ്ഞായിരുന്ന കാലം മുതൽ അങ്ങനെയാ. ലൈസാമിയും മേബിളും ആശ്ചര്യത്തോടെ മൈക്കിളിനെ നോക്കി. അവരോടൊപ്പം നിന്ന ഷീബയ്ക്കും അത് കേട്ടപ്പോൾ ഒരാശ്വാസം തോന്നി. ആ സ്ത്രീ മനഃപൂർവ്വം അവനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി വന്നതാ. 10-25 കൊല്ലം മുമ്പ് ആശുപത്രി വച്ച് കൊച്ചുങ്ങൾ തമ്മിൽ മാറിപ്പോയിന്ന്. ഇതെന്നാ കള്ളക്കഥയാ. എന്നിട്ട് അവൾ എന്നാ ചെയ്യുമായിരുന്നു? അന്നെന്താ പറയാഞ്ഞത്? ഇപ്പോഴാണോ പറയുന്നേ? ചുമ്മാ കെട്ടുകഥ. ആരും വിശ്വസിച്ചേക്കല്ലേ. വിശ്വസിക്കണമന്മാര് മണ്ടന്മാര്. മൈക്കേൽ പറഞ്ഞത് കേട്ടപ്പോൾ അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി. ശൗര്യക്കുട്ടി എന്ന ആ പെണ്ണുമ്പിളയെ തടയാത്തത്? അവൾ മൈക്കെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം ആ മൈക്കും പിടിച്ചു മേടിച്ച് ചെകിട്ടത്തൊരു പൊട്ടീരും കൊടുത്ത് ഇറക്കി വിടണ്ടേ? ആൻ്റപ്പൻ അമർഷം പൂണ്ടു. നിങ്ങൾ കള്ള് വിളമ്പാനുള്ളത് വിളമ്പിക്കോളിൻ, അതിനൊന്നും ഒരു കുറവും വരുത്തണ്ട. ജോമോൻ പീറ്റർ വിളമ്പുകാർക്ക് നിർദ്ദേശം നൽകി. ഡെന്നിച്ച, നീ ചെന്ന് പാട്ട് വെക്കാൻ പറ. ഇതിപ്പോൾ ഒരുമാതിരി എല്ലാം തണുത്തുറഞ്ഞു പോയ പോലെ, ആൻ്റപ്പൻ നിർദ്ദേശിച്ചു. ഡെന്നിച്ചൻ അന്യമനസ്കനായി സ്റ്റേജിനടുത്തേക്ക് പോയി. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ലൗഡ് സ്പീക്കറുകളിൽ കാതടുപ്പിക്കുന്ന താളമേളങ്ങൾ മുഴങ്ങി. അഗസ്റ്റിൻ സർ കനിഞ്ഞു നൽകിയ പഴഞ്ചൻ വീടിൻ്റെ വരാന്തയിൽ വോൾട്ടേജ് ക്ഷാമം കാരണം മങ്ങിക്കത്തുന്ന ബൾബിന് കീഴിൽ കസാലയിൽ സടകൊഴിഞ്ഞ സിംഹത്തെപ്പോലെ ഇരിക്കുകയാണ് സൈമൺ തരകൻ. തൻ്റെ വീഴ്ച ഉൾക്കൊള്ളാൻ ഇതുവരെ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. അരഭിത്തിയുടെ തൂണിൽ ചാരി നിന്ന എൽസമ്മയോട് അയാൾ പറയുന്നുണ്ടായിരുന്നു, കൂടി വന്ന 6 മാസം. അതിനകത്ത് കാരിക്കാട്ട് ബംഗ്ലാവ് സൈമൺ തരകൻ തിരിച്ചു പിടിക്കും. ആ പട്ടീനെ അവിടെ നിന്ന് ഞാൻ തല്ലിയിറക്കും. വെറുതെയാ, നിങ്ങളെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല. എൽസമ്മ ഭയലേശമില്ലാതെ പറഞ്ഞു. പണ്ടായിരുന്നെങ്കിൽ സൈമൺ തരകൻ കാല് നീട്ടി ഒരു ചവിട്ട് വെച്ചു കൊടുത്തേനെ. നീ നോക്കിക്കോ, വെറും വാക്ക് പറയുന്നവനല്ലടി ഈ സൈമൺ തരകൻ. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പം വീമ്പ് പറയുന്നു.
നീ കണ്ട് വിശ്വസിച്ചാൽ മതി. സൈമൺ തരകൻ ആ വിഷയം വിട്ടു. ഡാൻഡസ് എന്തിയടി? അവനെ ഇങ്ങ് വിളി. അവന് ഭയങ്കര സങ്കടമാ. അവൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ മുതൽ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ ജപ്തിയും ഇറക്കിവിടലും. നീ അവനെ ഇങ്ങോട്ട് വിളി, സൈമൺ തരകൻ നിർബന്ധിച്ചു. മോനെ ഡാൻഡസേ, നിന്നെ പപ്പ വിളിക്കുന്നു, ഇങ്ങോട്ട് വാ. എൽസമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു. നീ അങ്ങോട്ട് ചെന്ന് വിളിക്കടി. അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവാ. എന്നാ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? ഇന്നലെ വരെ നമ്മുടെ സ്വന്തം വീടായിരുന്ന കാരക്കാട്ട് ബംഗ്ലാവ് ഇപ്പോൾ ശൗര്യയുടെ കയ്യിലാ. ഇന്നവിടെ വലിയ പെരുന്നാൾ പോലെ ആഘോഷിക്കുകയാണെന്ന് നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി സദ്യ കൊടുക്കുന്നു, വയറ് നിറച്ച് കള്ള് കൊടുക്കുന്നു, പാട്ടും കൂത്തും വേറെ. അവനങ്ങ് കൊണ്ടാടുക നമ്മളെ ആട്ടിയിറക്കിയതിൻ്റെ സന്തോഷം. കുറേ തെണ്ടിപ്പട്ടികൾ വന്ന് നമ്മുടെ വീട്ടിലും മുറ്റത്തും കയറി നിരങ്ങണ പോലെയാ എനിക്ക് തോന്നുള്ളത്, എൽസമ്മ പറഞ്ഞു. നീയാ പറഞ്ഞത് ശരിയാ. തെണ്ടി നടന്ന പട്ടികളാ. അവറ്റകളെ ആട്ടി ഓടിച്ചിട്ട് ഞാനത് തിരിച്ചു പിടിക്കും. ഇനി അധികം ദിവസങ്ങളൊന്നും വേണ്ട. നീ ഡാൻഡസിനെ വിളിച്ചോണ്ട് വാടി. എൽസമ്മ ഉടൻ അകത്തേക്ക് പോയി. ഒരു ബൈക്കിൽ റോയി സൈമണും റോബിൻ സൈമണും കൂടി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. മുറ്റത്തെ പായിൽ പിടിച്ച മണ്ണിൽ ബ്രേക്കിട്ട ബൈക്കിൻ്റെ പിൻചക്രം തെന്നി ബൈക്ക് ഒരു വശത്തേക്ക് മറിഞ്ഞു. റോയിയും റോബിനും വീഴേണ്ടതായിരുന്നു. അവർ ബാലൻസ് പിടിച്ച് കൈ നിലത്ത് കുത്തി വീഴാതെ പിടിച്ചു നിന്നു. ചരിഞ്ഞ ബൈക്ക് അവിടെ തന്നെ ഇട്ടിട്ട് അവർ സൈമൺ തരകൻ ഇരിക്കുന്നിടത്തേക്ക് പാഞ്ഞു ചെന്നു. പപ്പ, ഒരു സംഗതി അറിഞ്ഞോ? റോബിൻ ചോദിച്ചു. എന്താടാ? നമ്മുടെ ഡാൻഡസ് ഉണ്ടല്ലോ, അവൻ പപ്പയുടെ മമ്മിയുടെ മോനല്ലെന്ന്. ആര് പറഞ്ഞടാ ഈ തെണ്ടിത്തരം? സൈമൺ തരകൻ കോപിഷ്ഠനായി. ആ ശൗര്യയുടെ തള്ളയില്ലേ എമിലി, അവളുടെ അനുജത്തി ഒരുത്തി ഉണ്ടല്ലോ, റജീന. അവൾ ചേർത്തല KCM ഹോസ്പിറ്റലിലെ നേഴ്സാണല്ലോ. അവിടെ മോന്ത അടിച്ചു പരത്താൻ ആരുമില്ലായിരുന്നോടാ? പറയുന്നത് മുഴുവനും കേക്ക് പപ്പ. അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ മമ്മി ഡാൻഡസിനെ പ്രസവിച്ചത്? അതെ, അതിനെന്നാ? അന്ന് ശൗര്യയും ഡാൻഡസിനെയും തമ്മിൽ വച്ചു മാറിയെന്ന്. സൈമൺ തരകൻ ഞെട്ടി. ഡാൻഡസിനെ കൂട്ടിക്കൊണ്ട് വരാന്തയിലേക്ക് വന്ന എൽസമ്മ ഞെട്ടി. ഡാൻഡസ് തലയ്ക്കടിയേറ്റ പോലെ കണ്ണും ദിക്കും അറിയാതെ നിന്നു. അറക്കൽ ചാർലി സേവ്യർ അത്താഴത്തിന് തൊട്ടു മുമ്പുള്ള പാനോപചാരത്തിനൊരുങ്ങി ഐസ് ക്യൂബ് ഇട്ട ഗ്ലാസുമായി വന്ന് അലമാര തുറന്ന് അതിനുള്ളിൽ നിന്ന് ഫ്രഞ്ച് കോണിയാക്കിൻ്റെ കോർക്കടുപ്പ് തുറന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് പകരുകയായിരുന്നു. വീഞ്ഞിന്ന നിറമുള്ള മദ്യത്തിൽ ചെറിയ ഐസ് കട്ടകൾ പൊങ്ങിക്കിടന്ന് കൂട്ടിയിടിച്ചു. റിങ് ചെയ്യുന്ന ഫോണുമായി റോസ്മേരി അവിടേക്ക് വന്നു. കഴിഞ്ഞില്ലേ? ഒഴിച്ചതേയുള്ളൂ. റോസ്മേരി ഫോൺ ചാർലിക്ക് കൈമാറി. അഗസ്റ്റിൻ സാറാ. ചാർലി ഫോൺ കാതോട് ചേർത്തു. ഗുഡ് ഈവനിങ് സാറേ. എന്തുണ്ട് വിശേഷം? വിശേഷമൊന്നും താൻ അറിഞ്ഞില്ലേ? കാരക്കാട്ട് ബംഗ്ലാവ് കൈയടക്കിയ സന്തോഷത്തിന് ശൗരി അവിടെ വലിയ പാർട്ടിയൊക്കെ നടത്തി ആഘോഷിക്കുമായിരുന്നല്ലോ, അഗസ്റ്റിൻ സാർ പറഞ്ഞു. ആ, ഞാൻ അറിഞ്ഞായിരുന്നു. കുറച്ചു മുമ്പേ വേറൊരു സംഭവം ഉണ്ടായി. അതറിഞ്ഞോ? ഇല്ല, വേറെന്താ? ആ ശൗരി ഉണ്ടല്ലോ, അവൻ്റെ തള്ള എമിലി പ്രസവിച്ച മകനല്ലെന്ന്. അതാര് പറഞ്ഞു? വിശ്വസിക്കാൻ കൂട്ടാക്കാതെ ഒഴുക്കൻ മട്ടിൽ ചാർലി സേവ്യർ ചോദിച്ചു. താൻ ഒഴിച്ചു വെച്ച മദ്യം ഭാര്യ എടുത്ത് കുടിക്കുന്നത് കണ്ട് അയാൾ അവളുടെ കൈക്ക് കയറി പിടിച്ചു. ഇത് നല്ല ടോണിക്കാണെന്നല്ലേ പറഞ്ഞത്? ദഹനത്തിനും രക്തയോട്ടത്തിനും ഒക്കെ നല്ലതാണെന്ന്. റോസ്മേരി ബാക്കി കൂടി കുടിച്ചു. പക്ഷേ അത് ആണുങ്ങൾക്കാ. ഇവിടെ പറഞ്ഞതാ സാറേ. സാറ് ബാക്കി പറ. ചാർലി ഭാര്യയെ തറപ്പിച്ചു നോക്കിയിട്ട് ശ്രദ്ധ മാറ്റി. അഗസ്റ്റിൻ സാർ താൻ കേട്ടത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവതരിപ്പിച്ചു. ഇതിനിടയിൽ റോസ്മേരി തിരികെ പോയി. ചാർലി സേവ്യർ അമ്പരപ്പടക്കാൻ വയ്യാതെ ചോദിച്ചു. സാർ ഇതൊക്കെ വിശ്വസിച്ചോ? എന്നാ തെളിവ്? വെറുതെ പറഞ്ഞതാണെങ്കിലോ? വെറുതെയാണെന്ന് തോന്നുന്നില്ല. റജീന അന്ന് KCM ഹോസ്പിറ്റലിലെ നേഴ്സാണ്. 2 കുഞ്ഞുങ്ങളെയും കുളിപ്പിക്കാനോ മറ്റോ കൊണ്ടുപോയപ്പോൾ വെച്ചു മാറിയെന്നാണ് പറഞ്ഞത്. വെറുതെ ആരെങ്കിലും ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുമോ? അതും ഒരു സ്ത്രീ. അപ്പോൾ ശൗര്യക്കുട്ടി ശരിക്കും കാരക്കാട്ട് ബംഗ്ലാവിൽ വളരേണ്ടവനായിരുന്നെന്നോ? ആ നേഴ്സ് പെണ്ണ് പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങനെയല്ലേ വരേണ്ടത്? അഗസ്റ്റിൻ സാർ ചോദിച്ചു. അപ്പോൾ ഡാൻഡസ്? ചാർലി സേവ്യറിന് ആട്ടിൻകുഞ്ഞിനെ തലകീഴായി പിടിച്ചപ്പോൾ അത് പട്ടിക്കുഞ്ഞായി മാറിയതുപോലൊരു വികല്പം തോന്നി. ഡാൻഡസ് ശരിക്കും എൽസമ്മ പ്രസവിച്ച മകനല്ല. എമിലിക്ക് പിഴച്ചുണ്ടായത് ശരിക്കും അവനാണ്. ഏയ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡാൻഡസിനെ കാണുമ്പോഴല്ലേ നമുക്ക് അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ചെറുപ്പക്കാരനായിട്ട് തോന്നണത്. അവനല്ലേ കലാകാരൻ, കാണാനും സുന്ദരൻ. സംഗതിയൊക്കെ ശരിയാ.
പക്ഷേ സൈമൺ ചേട്ടൻ്റെ മറ്റു 3 പിള്ളേരുടെയും ചായയാണോ ഡാൻഡസിന്? ഒന്ന് മനസ്സിൽ കണ്ടേ നോക്കിക്കേ. ഡാൻഡസിനെ കണ്ട വെളുത്തു തുടുത്ത ഒരു ചോക്ലേറ്റ് സിനിമാ നടനെ പോലെയല്ലേ? അതുപോലെയാണോ ശൗരി? സൈമൺ ചേട്ടൻ്റെ തണ്ടും തടിയും പ്രകൃതവും ശരിക്കും ആർക്കാ? ശൗരിക്കുട്ടിക്കല്ലേ കിട്ടിയേക്കുന്നത്? അഗസ്റ്റിൻ സാർ പറഞ്ഞ പോലെ ചാർലി സേവ്യർ രണ്ടുപേരെയും തൻ്റെ മനസ്സിൻ്റെ മുറ്റത്തേക്ക് വിളിച്ചു വരുത്തി മുന്നിൽ നിർത്തി ഒരു താരതമ്യ പഠനം നടത്തി. അഗസ്റ്റിൻ സാർ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നി. എന്ത് പോക്രിത്തരം കാണിക്കാനും മടിയില്ലാത്തവനാണ് ശൗര്യക്കുട്ടി. ഡാൻഡസ് അങ്ങനെയല്ല. അവൻ ലജ്ജാശീലനും വിനയനിധനും സത്യസന്ധനുമാണ്. പക്ഷേ അഗസ്റ്റിൻ സാറേ, രണ്ടുപേരുടെയും അപ്പൻ ഒന്ന് തന്നെയാണല്ലോ. ഡാൻഡസിന് അവൻ്റെ അമ്മ വീട്ടുകാരുടെ ശരീരക്കൂറും സ്വഭാവ രീതികളുമായി കിട്ടിയത്. ആഞ്ചലോസിൻ്റെ ഭാര്യ എമിലി സുന്ദരിയായിരുന്നല്ലോ. എന്തായാലും ചാർലിയുടെ മോളും ഡാൻഡസും തമ്മിലുള്ള കല്യാണം നടക്കാത്തത് എന്തുകൊണ്ട് നന്നായി. നടന്നിരുന്നെങ്കിൽ എമിലിയുടെ പിഴച്ചുണ്ടായ സന്തതിയെ കെട്ടേണ്ടി വന്നേനെ. അതുമാത്രമോ, സൈമൺ ചേട്ടനും മക്കളും പെരുവഴിയിലായില്ലേ? എൻ്റെ വക പഴയൊരു വീട്ടിലാണ് അവരെ താമസിപ്പിച്ചിരിക്കുന്നത്. കല്യാണം നടന്നിരുന്നെങ്കിൽ ചാർലിയുടെ മോളും ആ കൂട്ടത്തിൽ കണ്ടേനെ. അത് ശരിയാണെന്ന് ചാർലി സേവ്യറിന് ഉച്ചയ്ക്ക് തന്നെ തോന്നിയതാണ്. ഫോൺ വെച്ചിട്ട് ചാർലി ഭാര്യയെയും മകളെയും വിളിച്ചു വരുത്തി. അഗസ്റ്റിൻ സാർ പറഞ്ഞ സത്യം അവരോട് വെളിപ്പെടുത്തി. റോസ്മേരി നെഞ്ചത്ത് കൈവച്ച് ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ എന്ന് വിലപിച്ചു. സോണിയ റോസിൻ്റെ മുഖത്ത് ചെറിയൊരു അങ്കലാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോളെ, നീ രക്ഷപ്പെട്ടു. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ നിന്റെ ജീവിതം നാശത്തിലായേനെ. റോസ്മേരി മകളെ ആശ്വസിപ്പിക്കുന്ന പോലെ പറഞ്ഞു. ഞാൻ എങ്ങോട്ട് രക്ഷപ്പെട്ടെന്ന മമ്മി പറയണത്? സോണിയെ ചോദിച്ചു. ആ കല്യാണം മുടങ്ങിപ്പോയത് നിന്റെ ഭാഗ്യമാണെന്ന്. കല്യാണവും ഇതും തമ്മിൽ എന്താ ബന്ധം? സോണിയെ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? ചാർലി സേവ്യർ മകളെ വിസ്മയത്തിൽ നോക്കി. ഏതോ ഒരു സ്ത്രീ എന്തോ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഡാൻഡസിന് എന്തു മാറ്റം വന്നെന്നാ പപ്പ പറയണത്? ഇന്നലത്തെ ഡാൻഡസ് തന്നെയല്ലേ ഇന്നും? ഡാൻഡസിൻ്റെ നിറം മഞ്ഞയും പച്ചയുമായിട്ട് മാറിപ്പോയോ? ഡാൻഡസിൻ്റെ സ്വഭാവം ചീത്തയായോ? ഡാൻഡസിന് വയലിൻ വായിക്കാനുള്ള കഴിവ് ആരെങ്കിലും എടുത്തു കളഞ്ഞോ? സോണിയ റോസിൻ്റെ ചോദ്യത്തിന് മുൻപിൽ ചാർലി സേവ്യറും റോസ്മേരിയും അന്തം വിട്ടു നിന്നു. ഞാൻ ഡാൻഡസിനെയാണ് സ്നേഹിച്ചത്. ഡാൻഡസിൻ്റെ അപ്പനെയോ അമ്മയോ അല്ല, കാരക്കാട്ട് ബംഗ്ലാവിനെയല്ല. എനിക്ക് ഡാൻഡസ് തന്നെയാണ് ഇപ്പോഴും വലുത്. നിങ്ങൾ കളിക്കുന്ന കള്ളക്കളിക്കൊപ്പിച്ച് ഞങ്ങൾ മനസ്സ് മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത്രയും പറഞ്ഞ് സോണിയ റോസ് അവരുടെ മുന്നിൽ നിന്ന് പോയി കളഞ്ഞു. ചാർലിയും റോസ്മേരിയും പകച്ച് പരസ്പരം നോക്കി നിന്നു. അടുത്ത ഭാഗം നാളെ.